അപ്പോൾ നമുക്ക് ലോക മൂവിയുടെ റിവ്യൂയിലേക്ക് കടക്കാം. സോ ഹേ ഗായ്സ്, ഞങ്ങൾ ഫൈനലി ഫാമിലിയായിട്ട് ലോക സിനിമ കാണാൻ പോയിരിക്കുകയാണ്. പത്മ തിയേറ്ററിലായിരുന്നു. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഒന്ന് പറഞ്ഞോട്ടെ. ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ, പിന്നെ സ്ക്രീൻ പ്ലേ ബൈ ശാന്തി ബാലചന്ദ്രൻ, എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു. മ്യൂസിക് ജേക്സ് ബിജോയ്, പിന്നെ പ്രൊഡ്യൂസ് ബൈ ഓഫ് കോഴ്സ് DQ. പിന്നെ അറിയാൻ കഴിഞ്ഞത് ബഡ്ജറ്റ് ഏതാണ്ട് ഒരു 10 crore ബഡ്ജറ്റിലാണ് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ നെറ്റിൽ കണ്ടിരിക്കുന്നത്. സോ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അതിലെ കളർ ഗ്രേഡിങ്, വിഷ്വൽ എഫക്ട്സ്, പിന്നെ ആക്ടേഴ്സ്, സ്ക്രീൻ പ്ലേ. ആക്ടേഴ്സിനൊക്കെ എന്താ എനർജി, ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ഏതാണ്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ ആയിരിക്കുന്നു. പിന്നെ ട്വിസ്റ്റ് ഇതിനകത്ത് ആരൊക്കെയാണ് വന്നതെന്നുള്ള കാര്യം ഞാനായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളായിട്ട് എല്ലാവരും കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. OTTയിൽ വരാൻ കാത്തിരിക്കരുത്. പിന്നെ കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് ഇപ്പോൾ എനിക്ക് കുറേ പറയണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും മസ്റ്റ് സീ ഫ്രം തിയേറ്റേഴ്സ് ഓൺലി. ഓക്കെ, മസ്റ്റ് വാച്ച്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾ കണ്ട ട്രെയിലറിൽ ഉള്ള പോലത്തെ ഒരു മൂവിയല്ല, അതിലും വലുതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ വൈഫിനടുത്ത് പറയാം, എന്ത് പറയണം, നല്ല മൂവിയായിരുന്നു. അതായത് ഒട്ടും ഒരു വലിയ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കൂടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ സൂപ്പർ വുമൺ ആ കണ്ടന്റ് പ്രതീക്ഷിച്ചാണ് പോയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മിത്തുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരു വലിയ മൂവിയാണ്. അതിൻ്റെ വെറും ഒരു ടെയിൽ മാത്രമാണ് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കുറേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓണമായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. പിന്നെ നമ്മൾ പായസം കുടിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു കശുവണ്ടിയും മുന്തിരിങ്ങ കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് കുറേ സർപ്രൈസസ് ഇൻ ബിറ്റ്വീൻ വരും. അപ്പോൾ അതുകൊണ്ട് വളരെ നല്ലൊരു മൂവിയാണ്. ഇത്രയൊക്കെ കണക്ട് ചെയ്തിട്ട്, അതായത് നമ്മുടെ മിത്തൊക്കെ ആയിട്ട് കണക്ട് ചെയ്തൊരു മൂവി എടുക്കാനുണ്ടാക്കിയ ഒരു തോട്ടുണ്ടല്ലോ, അത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. അബ്രു, നിനക്ക് ആരെയാ ഇഷ്ടപ്പെട്ടത്? എനിക്ക് നസ്ലീനെ പിന്നെ ചന്ദ്രനെയും ഇഷ്ടപ്പെട്ട്, പിന്നെ ചെറിയ ചന്ദ്രനെ ഇഷ്ടപ്പെട്ടു. അവര് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവര് മാത്രമല്ല, എല്ലാവരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയൊരു ക്രൂ തന്നെയുണ്ട് ഇത്. എടു, നിനക്ക് ആരെയാ ഇഷ്ടപ്പെട്ടത്? അപ്പേനെയാണ് ഇഷ്ടപ്പെട്ടത്? അതല്ല, ആ പെണ്ണിനെയാന്നാ പറഞ്ഞത് അല്ലേ? ഏത് പെണ്ണാണ്? ചന്ദ്രനാ? ഓക്കെ. ഓക്കെ, അപ്പം ലോക അത് ഞാൻ റേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിതിന് 9 out of 10 കൊടുക്കുകയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിനകത്ത് എനിക്ക് സൂപ്പർ ഡയറക്ഷൻ, ഓസം സ്റ്റോറി, ഇൻസ്പയറിങ്, ഗ്രേറ്റ് ആക്ടിങ്, ബ്ലോക്ക് ബസ്റ്ററാണ്, വെൽ മെയ്ഡാണ്, മ്യൂസിക്കാണ്, റോക്കിംഗ് ആണ്, അൺബിലീവബിളാണ്. പിന്നെ കൂടെ എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനകത്ത് എക്സ്പീരിയൻസ് ചെയ്തൊക്കെ ഞാനകത്ത് എഴുതിയിട്ടുണ്ട്. സോ സബ്മിറ്റഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.